സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പോലീസ് സേനയിലെ ദൈനംദിന പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്. ഇന്ധന ഉപയോഗത്തിലുൾപ്പെടെ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ സേനയുടെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുകയാണ്. പ്രതിസന്ധി മറികടക്കാൻ കടുത്ത ചെലവ് ചുരുക്കലാണ് പോലീസ് സേനയിൽ. ധനവകുപ്പ് കൈമലർത്തിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരള പോലീസ് കടന്നുപോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോലീസ് മേധാവി ആവശ്യപ്പെട്ടതിന്റെ 0.5% പോലും ധനവകുപ്പ് നൽകിയിട്ടില്ല. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ജോലിക്ക് പോയി ഡീസൽ നിറയ്ക്കാൻ പണമില്ലാതെ വഴിയിൽ കുടുങ്ങിയ ഗതികേടും ചരിത്രത്തിലാദ്യമായി പോലീസിലുണ്ടായി. ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ജോലിക്കായി പോലീസ് വാടകയ്ക്കെടുത്ത വാഹനങ്ങളിൽ AC ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയത്. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് പണം നൽകിയ സംഭവം പോലീസ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുകയാണ്. എല്ലാ ഗ്രൂപ്പ് IP-മാരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഗ്രൂപ്പ് പെട്രോൾ കൺസേൺഡ് ഗ്രൂപ്പ് പെട്രോൾസിനെ ഈ കാര്യം അറിയിക്കേണ്ടതാണ്. അതായത് ഈ പല വണ്ടികളും റെന്റ് എടുത്ത കാറുകൾ AC ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ AC ഇട്ട് പോകുമ്പോൾ അവർ വളരെ മൈലേജ് കുറഞ്ഞ് കിട്ടുന്നു. 80 കിലോമീറ്ററിലേക്ക് ഓടുമ്പോൾ തന്നെ 2000 രൂപയുടെ ഡീസൽ തീരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓടാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് അതിലെ ചില ഓഫീസർമാരത് നിർബന്ധം പിടിക്കുന്നു അറിയുന്നു, AC ഇട്ട് മാത്രമേ ഓടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെറിയൊരു പ്രശ്നത്തിലാണ് സാർ ഉള്ളത്. നമ്മൾ അവരോട് AC ഇടണ്ട, ഗ്ലാസ് താക്കാൻ പറയുമ്പോൾ അവർ ഗ്ലാസ് താക്കുന്നില്ല. ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ അവരെ ഉള്ളിൽ പൊടി കയറിയിട്ട് അവർക്ക് ഈ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഗ്ലാസ് കയറ്റിയിട്ട് AC ഇടാണ്ടിരിക്കാനും പറ്റുന്നില്ല. എന്താ ഇപ്പോൾ ചെയ്യാം സാർ? ഒന്ന് ചോദിച്ചിട്ട് പറയാമോ? നമുക്ക് നേരിട്ട് ചോദിച്ചോളൂ സാർ. കുഴപ്പമില്ല സാർ, അത് അകത്തുള്ളവരെല്ലാം 100 ഇത് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം സാർ. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 1.5 കിലോമീറ്ററിൻ്റെ ഷോട്ടേ വരുമെന്ന് പറഞ്ഞു. 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഷോട്ടാന്ന് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ 100 വെച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോംഗാർഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ സാർ. SHO-മാരുടെ മുറികളിൽ AC ഇട്ട് സ്റ്റേഷൻ GD ഉൾപ്പെടെയുള്ളവർ വിശ്രമിക്കരുതെന്ന വിചിത്ര ഉത്തരവും പോലീസിൽ പുറത്തിറങ്ങി. സർക്കാർ പണം നൽകിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നത്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.